കാട്ടിലേക്ക് രാമന്റെ കൂടെ ലക്ഷ്മണനും പോവുകയാണ്. രാമൻ താതനിയോഗത്താൽ പോകുന്നവനാണ്. സീതയാണെങ്കിൽ ഭർത്താവുള്ളിടത്തേ താൻ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് സീത ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ്. എന്നാൽ ലക്ഷ്മണൻ പോകാൻ ആരും പറഞ്ഞില്ല. ലക്ഷ്മണന് പോകേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ എന്തിനാ ലക്ഷ്മണൻ പോകുന്നത്? അവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ വളണ്ടിയർ ആരാണ്? ലക്ഷ്മണനാണ്. സെൽഫ് സർവീസാണ്, സ്വയം സന്നദ്ധ സേവകനാണ് വളണ്ടിയർ. ആരും പറയാതെ വരണ്ടെന്ന് രാമൻ തടഞ്ഞിട്ടും കൂടെ പോകാൻ തയ്യാറാവുന്ന ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുമ്പോൾ, ഇന്നാണെങ്കിൽ ജ്യേഷ്ഠൻ പോകുമ്പോൾ കൂടെ അനുജൻ പോവാ. ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു ഓപ്പറേഷന് ആസ്പത്രിയിൽ പോവാ, അമ്മേ ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ അമ്മ വേറിയ, അനുജൻ്റെ അമ്മ വേറിയ, അച്ഛൻ ഒന്നാ. ആ രണ്ടാമത്തെ മോൻ്റെ അമ്മ എന്തായിരിക്കും പറയാ? നീ എന്തിനാ വേണ്ടാണ്ട് പോയിട്ട് അവിടെ നിന്ന് കൊതുകടി കൊള്ളുന്നു? എന്താ പറയാനില്ലേ? നീ മെനക്കടണ്ടായിന്, കാട്ടില് പുലിയും നരിയല്ലുള്ള, നീ പോണ്ട, നിന്നോട് പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ലല്ലോ സുമിത്ര പറഞ്ഞത്. സുമിത്ര പറഞ്ഞത്, മോനെ നീ കാട്ടിൽ പോയാൽ രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദ യഥാസുഖം. കാട്ടിലെത്തിയാൽ രാമനെ ദശരഥന് തുല്യനായി കാണണം, അച്ഛന് തുല്യനായി കാണണം. മാം വിദ്ധിം ജനകാത്മജം, അമ്മയായിട്ട് സീതാദേവിയെ കാണണം, ജ്യേഷ്ഠത്തിയെ കാണണം. അയോധ്യാമടവിം വിദ്ധിം, കാടിനെ അയോധ്യയായി കാണണം. ഗച്ഛതാദയഥാ സുഖം, മകനെ സുഖമായി പോയി വരൂ. എന്നാ പിന്നെ കൊട്ടാരത്തിൽ ജീവിക്കും പോലെ നിനക്ക് അവിടെ ജീവിക്കാം. സീതാദേവിയെ ജ്യേഷ്ഠത്തിക്ക് തുല്യമായി, അമ്മയ്ക്ക് തുല്യമായി കണ്ടോ ലക്ഷ്മണൻ? തെളിവുണ്ട് കണ്ടോ എന്നതിന്, അല്ലേ? കാട്ടിൽ സീതയെ മോഷ്ടിച്ച് രാവണൻ കൊണ്ടുപോകുമ്പോൾ സീതാദേവിയുടെ കയ്യിൽ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരത്തു നിന്ന് കൊണ്ടുപോയതല്ല കേട്ടോ. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയാദേവിക്ക് 10,000 വർഷം തപസ്സനുഷ്ഠിച്ചിട്ട് ലഭിച്ചിരിക്കുന്ന അംഗരാഗങ്ങൾ, മാലയാടകൾ, പണ്ടങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അവര് ആ ആശ്രമത്തിലെത്തിയ രാമലക്ഷ്മണന്മാരെയും സീതയെയും കണ്ടപ്പോൾ ഈ സീതയെ അകത്ത് കൂട്ടി കൊണ്ടുപോയിട്ട് അവളുടെയോട് ഈ ആഭരണങ്ങളെല്ലാം അണിയിച്ചു കൊടുക്കുകയാണ് അത്രി മഹർഷി, അനസൂയാദേവി. അവിടുന്ന് അനസൂയാദേവി സീതയോട് പറയാ, കേട്ടു ഞാൻ വൻ പുഴക്കൊണ്ടൊരു മിഥിലാപുരി തിന്നിൽ പില്ലൊടിച്ച് നിന്നെ വേട്ട രാമന്റെ കഥ ഞാൻ കേട്ടു മോളെ. ആ കഥകളെല്ലാം നീ അനുഭവപ്പെട്ട മാതിരി ഒന്ന് എന്നോട് പറഞ്ഞു തരൂ എന്ന്. ഏത് വലിയ താപസ സ്ത്രീയാവട്ടെ, തൻ്റെ മകളുടെ വിവാഹപ്പന്തലിൽ മകളെ ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരനുഭൂതി ഒരു പ്രാർത്ഥനയിലും ഒരു തപസ്സിലും ലഭിക്കില്ല എന്നാണ് രാമായണം നമ്മളോട് പറയുന്നത്. അതിലാണ് അനുഭൂതി കൊള്ളുന്നത് അനസൂയാദേവി. കാരണം പ്രകൃതിയുടെ നിയമം സ്ത്രീ പുരുഷന്മാരെ ചേർത്ത് പുതിയ സന്തതികളെ സൃഷ്ടിക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് മാനിന് കസ്തൂരി മണം കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നത്. ഇരുമീനിണക്കായിട്ടൊരു സാഗരം തന്നെ തീർക്കുന്നത് ആ ദാമ്പത്യ ബന്ധത്തിൻ്റെ മൂല്യത്തിനാണ്. അത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പെൺകുട്ടികൾ പറയാം, കല്യാണമേ വേണ്ട, വിവാഹബന്ധം വേണ്ട, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിൻ്റെ സെക്ഷുവലായ വികാരം പ്രകടിപ്പിക്കാൻ ഏടുന്നെങ്കിൽ ഒരു വാടക വീട്ടിൽ കുറച്ചു കാലം ഒത്തുചേരുക, അല്ലേ? എന്താ അത്, അല്ലേ? ബെസ്റ്റീനെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും അവിടെ താമസിക്കുക, കുറച്ചു കാലം ഇണചേർന്ന് രമിച്ച് മടുത്താൽ രണ്ടും രണ്ട് വൈക്ക് പോവുക. അതിലുണ്ടാക്കുന്ന കുട്ടികളെ ഓൻ്റെ അച്ഛൻ നോക്കുമോ? ആലോചിക്കട്ടെ. എനിക്കത് കേൾക്കുമ്പോൾ വിവാഹബന്ധത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് സീതാദേവി കുമാരനാശാന്റെ വരികളിലൂടെ പറയുന്നുണ്ട്. പരിപാവനമാം വിവാഹമേ ശ്രുതി മന്ദാര മനോജ്ഞ പുഷ്പമായ നിന്റെ ചിരിയിൽ കുളിരേകി നിന്ന നിൻ ഗതി കാൺക എത്ര അധപ്പതിച്ചു നീ. കുമാരനാശന്റെ വരിയിൽ പരിപാവനമാകുന്ന വിവാഹമേ, നീ ശ്രുതി മന്ദാര മനോജ്ഞ പുഷ്പമാണ്. ശ്രുതികളിലെ വേദങ്ങളിലെ മന്ദാര പുഷ്പമാണ് നീ വിവാഹം. പക്ഷിമൃഗാദികൾക്ക് ഇണചേരുക എന്നത് ഒരു വൈകാരിക ധാർമ്മിക പ്രക്രിയയല്ല. അതിന് കേവലം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക മാത്രമാണ്. എന്നാൽ മനുഷ്യന് സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത് ഒരു മനോഹരമായ പ്രഹേളികയാണ്.
അതിൻ്റെ മൂല്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അനസൂയാദേവി സീതയെ ആഭരണങ്ങൾ അണിയിച്ചിട്ട് മുന്നേക്ക് രാമൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആ ഭാഗത്തെ ഉജ്ജ്വല മുഹൂർത്തമെന്ന് വിശേഷിപ്പിച്ചിട്ടൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അശ്രുവാൽ കടൽ തീർത്തോരാദിമ കവി പാടി അത്രിയാം മഹർഷിതൻ ആശ്രമവാടം പൂകി രാമലക്ഷ്മണന്മാരും സീതയും തപോധന പ്രേമസൗരഭം ചോരും സൽക്കാരം ഭുജിക്കവേ എന്ന് പറഞ്ഞിട്ടൊരു കാവ്യമുണ്ട്. നിങ്ങളിത് ആ കവിത ഒന്ന് വായിക്കണം. അങ്ങനെ ലഭിച്ച സീതയുടെ ആഭരണങ്ങൾ രാവണൻ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സീത തൻ്റെ ഉത്തരീയത്തിൽ ചുരുട്ടിയിട്ട് ഒരു അടയാളം, എങ്ങോട്ടാ ഞാൻ പോയെന്നുള്ളൊരു അടയാളം കാണിച്ചു കൊടുക്കണ്ടേ രാമൻ ലക്ഷ്മണന്മാർക്ക്. അപ്പോൾ ഒരു കുന്നിൻ്റെ മേലെ 2-3 കുരങ്ങന്മാർ നിന്നു, അവരുടെ ഇടയിൽ കിട്ടുകൊടുത്തു. സീതാന്വേഷണത്തിനായി രാമലക്ഷ്മണന്മാർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഋഷ്യമുഖാചലം എന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ പോകുമ്പോഴാണ് ഹനുമാൻ പോയിട്ട് രാമനെയും ലക്ഷ്മണനെയും കൂട്ടിയിട്ട് ഈ പർവ്വതത്തിൻ്റെ മേലെ കൊണ്ടുവന്നത്. ബാലിയുടെ ഭീഷണി ഭയന്നിട്ട് ബാലിക്ക് കയറാൻ പറ്റാത്ത ബാലികേറാ മലയാണ് ഈ ഋഷ്യമുഖാചലം. അവിടെയാണ് ഹനുമാനും സുഗ്രീവനും ജാമ്പവാനും ഒക്കെ ഉള്ളത്. അവരെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സീതയെ അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ കാട്ടിലൂടെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു ആഭരണം കിഴി ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ നോക്കൂ, ഇത് നിങ്ങളുടെ ഭാര്യയുടേതാണെങ്കിൽ അവരെ ഇങ്ങോട്ട് തെക്കോട്ടാ കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാം. ആ ആഭരണക്കിഴി നോക്കി സീതയുടെ ആഭരണങ്ങൾ കണ്ടപ്പോൾ രാമൻ പൊട്ടി പൊട്ടി കരയാ. സീതേ സീതേ, ആഭരണങ്ങളോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ. രാമനത് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണ നോക്കൂ, നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലേ ഇത്, നോക്കിയട്ടെ. ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ ജ്യേഷ്ഠ, എനിക്കറിയില്ല. അപ്പൊ പ്രശ്നമായി. മാലകളോ അറിയില്ല, വളകൾ അറിയില്ല, അരഞ്ഞാണം അറിയില്ല. അവസാനം പാദസരം കാണിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. മാതൃപാദങ്ങൾ പൂജ നടത്താൻ രാവിലെ പുഷ്പങ്ങൾ അർപ്പിച്ച് ഞാൻ നമസ്കരിക്കുമ്പോൾ ഈ പാദസരം ഞാൻ കാണാറുണ്ട്. അത്ര പോലും ജ്യേഷ്ഠപത്നിയുടെ ശരീരത്തിലെ ആഭരണങ്ങൾ പോലും നോക്കിയില്ല. വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്ക് വരുന്ന ജ്യേഷ്ഠന്റെ ഭാര്യയുടെ കയ്യിലെ വളകൾ എത്രയുണ്ടെന്ന് എണ്ണുന്ന അനുജനല്ല ആര്? ലക്ഷ്മണൻ. ജ്യേഷ്ഠനും ജ്യേഷ്ഠപത്നിയും അനുജനും തമ്മിലുള്ള ബന്ധത്തിന്റെ മൂല്യം മനസ്സിലാക്കുക. ഇനിയും വേണോ മൂല്യം? ഇനി അനുജന്റെ ഭാര്യയും ജ്യേഷ്ഠനും തമ്മിലുള്ള ബന്ധത്തിന്റെ മൂല്യം വേണോ? വേണോ? നിങ്ങൾ നോക്കൂ, രാമൻ രാവണനെ വധിച്ചതിന് ശേഷം തിരിച്ചു വന്നു. തിരിച്ചെത്തി കൊട്ടാരത്തിൽ എല്ലാവരും യാത്രാക്ഷീണത്തിൽ വിശ്രമിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ആരും കാണാതെ രാമൻ അന്തഃപുരത്തിലേക്ക് പോകുന്നു. തൻ്റെ ഭാര്യ സീതാദേവിയുടെ അന്തഃപുരത്തിലേക്കല്ല, ലക്ഷ്മണന്റെ ഭാര്യ ഉർമിള ഉറങ്ങുന്ന അന്തഃപുരത്തിലേക്ക്. ആ അന്തഃപുരത്തിൽ ഉറങ്ങുന്ന ഉർമിളയുടെ അടുത്തെത്തുന്നു. അവളുടെ പാദങ്ങൾ സ്പർശിച്ച് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? ഉർമിള അത്ഭുതപ്പെടുന്നു. എന്താ ജ്യേഷ്ഠ? അപ്പൊ പറയാ, പ്രിയപ്പെട്ട അനുജത്തി, എൻ്റെ കൂടെ എൻ്റെ ഭാര്യ കാട്ടിലുണ്ട് അല്ലേ? എൻ്റെ ഭാര്യ കാട്ടിൽ എൻ്റെ കൂടെയുണ്ട്. 14 സംവത്സരം തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ ഗൾഫിലും വിദേശത്തൊക്കെ നമ്മുടെ ഭർത്താവ് പോയാൽ ആടി എത്തി പിറ്റേന്ന് വീഡിയോ കോൾ ചെയ്തിട്ടില്ല ഈടെയുള്ള ഭാര്യേൻ്റെ ചൊറിയെന്താ? എപ്പോഴും കത്തയക്കണ്ടേ? പണ്ട് കത്തില്ല, ഇപ്പൊ കത്തില്ല, ഇപ്പൊ വാട്സപ്പ് മെസ്സേജാ. പണ്ട് ദുബായ് കത്ത് എന്ന് പറഞ്ഞ ഒരു സാഹിത്യ ശാഖ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മാരനെ. അന്ന് വലിയ പ്രശസ്തമായ പാട്ടായിരുന്നില്ലേ അത്? എന്നാൽ 14 വർഷം തൻ്റെ ഭർത്താവ് ഉണ്ടോ? ഉറങ്ങിയോ? കാട്ടില് മൃഗങ്ങളുടെ ഭക്ഷണമായി പോയോ? രാക്ഷസന്മാർ പിടിച്ചു വിഴുങ്ങിയോ? സർപ്പദംശനമേറ്റ് മരിച്ചുപോയോ? കാട്ടുതീയിൽപ്പെട്ട് വെന്തുപോയോ? ഒരു വിവരവുമില്ലാതെ 14 സംവത്സരം തൻ്റെ ഭർത്താവിനെയും ധ്യാനിച്ച് ഭർത്തൃമാതാക്കന്മാരെ ശുശ്രൂഷിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞ ഉർമിളയില്ലേ, ആ പൊന്നനുജത്തി, നിന്റെ ആ മഹാത്യാഗമാണ് മോളെ ഈ രാമന്റെ വിജയമെന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? അവിടെയാണ് അനുജന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം.
അനുജന്റെ ഭാര്യയോട് കണ്ണ് മാറി നോക്കി എന്ന കുറ്റത്തിനാ ബാലിയെ കൊന്നത് അല്ലേ? രാമൻ ബാലിയെ കൊന്നത് സഹോദര പത്നിയോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും എന്താ? അതിൻ്റെ ധാർമ്മികത എന്താണ്? ആ ധാർമ്മികതയാണ്